ഹായ്, ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ESSLൻ്റെ ഈ ടൈം ട്രാക്ക് ലൈറ്റിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച്. എങ്ങനെയാണ് ഇതിനകത്ത് എംപ്ലോയീസിനെ ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിവൈസിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യുന്നത്, ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടൈമിങ്ങുള്ള ഷെഡ്യൂളുള്ള ഒരു സ്ഥാപനത്തിൽ എന്തൊക്കെയാണ് സെറ്റിങ്സുകൾ വരുന്നത് എന്നുള്ളതിനെ കുറിച്ച്. നമ്മുടെ ESSL സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. അപ്പോൾ ഡിഫോൾട്ടായിട്ടുള്ള പാസ്വേഡ് വരുന്നത് ESSL ആൻഡ് പാസ്വേഡ് ESSLനെയാണ് വരുന്നത്. നിങ്ങൾ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ലോഗിൻ ചെയ്യുമ്പോൾ അഡ്മിൻസ് എടുത്തിട്ട് യൂസേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസേഴ്സ് ഡിഫോൾട്ടിനെ എഡിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയൊരു യൂസർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആ യൂസർക്ക് എന്തൊക്കെയാണോ പെർമിഷൻ വേണ്ടത്, അവർക്ക് എന്തൊക്കെയാണ് ഇതിനകത്തുള്ള റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത് കിട്ടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ നെയിം കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, അതിൻ്റെ റോൾ നെയിം കൊടുക്കുക, അതിനുശേഷം എന്താണ് വേണ്ടതെന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കങ്ങനെ യൂസറെ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള യൂസറുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് പാസ്വേഡ് കൊടുക്കാം. അതുപോലെ പിന്നെ വരുന്നത് നമുക്ക് മാസ്റ്റേഴ്സാണ്. മാസ്റ്റേഴ്സിനകത്ത് കമ്പനീസ് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കമ്പനികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരേ സ്ഥാപനത്തിന് 2 കമ്പനികൾ 3 കമ്പനികൾ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സ്റ്റാഫ് ഇന്ന കമ്പനിയിലും മറ്റേ സ്റ്റാഫ് ഇന്ന കമ്പനിയിലാണ്, പക്ഷേ ഡിവൈസ് ഒറ്റന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ കമ്പനികൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഡിഫോൾട്ട് കമ്പനി ഉണ്ട്, ആ ഡിഫോൾട്ട് കമ്പനി വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, കമ്പനിയുടെ നെയിം, ബാക്കി കാര്യങ്ങൾ. അതുപോലെ തന്നെ പുതിയൊരു കമ്പനി ആഡ് ചെയ്തിട്ട് കമ്പനിയുടെ നെയിം, ഷോർട്ട് നെയിം, മെയിൽ, വെബ് കാര്യങ്ങൾ, അഡ്രസ്സ് കൊടുത്തിട്ട് നമുക്ക് കമ്പനി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ വരുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് മാസ്റ്റർ സെറ്റിങ്സ് ആണ്. മാസ്റ്റർ സെറ്റിങ്സിലാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഫിക്സഡ് ഷിഫ്റ്റ് ആണോ അതല്ല മൾട്ടി ഷിഫ്റ്റുകൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് എംപ്ലോയീസ് കോഡ് ആൻഡ് ഡിവൈസ് ഈസ് സെയിം. അത് എംപ്ലോയിൻ്റെ കോഡ് ഡിവൈസുള്ളതും സെയിം ആവണം എന്നുള്ളതാണ്. അത് ആണെങ്കിൽ ഓക്കെ ടിക്കറ്റ് കഴിഞ്ഞാൽ അത് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫിക്സഡ് ഷിഫ്റ്റ് വരുന്നത് എത്ര മണി മുതൽ എത്ര സമയം വരെയാണ് നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ളൊരു ഷിഫ്റ്റ്. ഒരു ഫിക്സഡ് ആയിട്ടുള്ള സ്ഥാപനം ഇപ്പോൾ രാവിലെ 9 മണി ടു രാത്രി 8 മണി വരെ അല്ലെങ്കിൽ 7 മണി വരെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫിക്സഡ് ടൈമിംഗ് ആണ്. അതിനകത്ത് എംപ്ലോയീസിന് ഷിഫ്റ്റ് ഇല്ല, നൈറ്റ് ഷിഫ്റ്റിന് വേറെ ആളുകൾ ഷിഫ്റ്റ് വേറെ വരുന്നുണ്ടെങ്കിൽ ഫിക്സഡ് ഷിഫ്റ്റ് ഒഴിവാക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഷിഫ്റ്റ് എത്രയാണ് 24 hours ഫോർമാറ്റിൽ കൊടുക്കണം. അറ്റൻഡൻസ് സ്റ്റാർട്ട് ഇയർ എന്ന് മുതലാണ് അറ്റൻഡൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ജനുവരി ആണോ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആണോ നിങ്ങൾക്ക് കൊടുക്കാൻ ദിവസം. മിനിമം ഡിഫറൻസ് ബിറ്റ്വീൻ 2 പഞ്ചസ്, 2 പഞ്ചുകൾ തമ്മിലുള്ള മിനിമം ഡിഫറൻസ് അത് കൺസിഡർ ചെയ്യാനുള്ള. അതുപോലെ തന്നെ പഞ്ചിങ് ബിഗിൻ ഡ്യൂറേഷൻ, എത്ര മിനിറ്റ് മുതൽ പഞ്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ 2 മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ്, അങ്ങനെ എത്ര മുമ്പാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഷിഫ്റ്റ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഷിഫ്റ്റ് എടുക്കേണ്ടത്. പ്രീവിയസ് ഡേ ഷിഫ്റ്റാണ് എടുക്കേണ്ടത്, ഓട്ടോ ഷിഫ്റ്റ് ആണ് കൊടുക്കുക നല്ലത്. ഓട്ടോമാറ്റിക് ഷിഫ്റ്റുകൾ എടുത്തോളും, കൺസിഡർ ചെയ്തോളും. അതുപോലെ തന്നെ ബാക്കപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോ ബാക്കപ്പ് ടിക്കറ്റ് ചെയ്തതിന് ശേഷം എത്ര ദിവസം കൂടുമ്പോഴാണ് ഓട്ടോ ബാക്കപ്പ് എടുക്കേണ്ടത് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കപ്പിൻ്റെ പാത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പാത്ത് എങ്ങോട്ടാണോ ബാക്കപ്പ് എടുക്കേണ്ടത് വെച്ചാൽ ആ പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. മൈ കമ്പ്യൂട്ടറിൽ ഡിവൈസിൽ എവിടേക്കാണോ വേണ്ടത് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോ ബാക്കപ്പ് അതവിടെ അപ്ഡേറ്റ് ആവും, ആ സെറ്റിങ്സ് അപ്ഡേറ്റ് ആവും. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നതാണ് നമുക്ക് എംപ്ലോയീസ് കാറ്റഗറി, അതുപോലെ തന്നെ ഗ്രൂപ്പുകൾ, ഡിപ്പാർട്ട്മെൻറ്റുകൾ ആഡ് ചെയ്യാൻ ഡിഫോൾട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലാതെ പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് കൊടുത്തിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, ഷോർട്ട് നെയിം കൊടുക്കുക. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നതാണ് എംപ്ലോയി കാറ്റഗറി. എംപ്ലോയീസിൻ്റെ കാറ്റഗറി ഡിഫോൾട്ട് ആയിട്ടുള്ളൊരു കാറ്റഗറി വരുന്നുണ്ട്. അതിനകത്ത് മെയിനായിട്ട് വരുന്ന കുറച്ച് സെറ്റിങ്സുകളുണ്ട്. അതായത് മിനിമം എങ്ങനെയാണ് OT ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, OT അപ്ലിക്കബിൾ അല്ലെങ്കിൽ OT വേണ്ടെന്ന് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വരുന്നത് ഔട്ട് പഞ്ച് മൈനസ് ഷിഫ്റ്റ് എൻ്റെ ടൈം, ടോട്ടൽ ഡ്യൂറേഷന് ഷിഫ്റ്റ് അവേഴ്സ് മൈനസ് ചെയ്യുക, എയർലി കമ്മിങ് പ്ലസ് ലേറ്റ് ഗോയിങ്. ഏത് മെത്തേഡിലാണോ നിങ്ങൾക്ക് OT കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ കൊടുക്കുക. മിനിമം OT എത്ര വേണം, അതുപോലെ തന്നെ മാക്സിമം OT ഉണ്ടെങ്കിൽ എത്ര എടുക്കാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ മാക്സിമം OT ടിക്കറ്റ് എടുത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രേസ് ടൈം ഫോർ ലേറ്റ് കമ്മിങ്, എത്ര ഗ്രേസ് ടൈം നമുക്ക് കൊടുക്കാം ലേറ്റ് ആയിട്ട് വരുന്നവർക്ക്. അതുപോലെ തന്നെ എയർലി ഗോയിങ്, നേരത്തെ പോകുന്നവർക്ക് എത്ര ഗ്രേസ് ടൈം നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് മുന്നേ വരെ നമുക്ക് നേരത്തെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ 15 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ള ലെവലിലാണെങ്കിൽ എത്ര മിനിറ്റാണോ വേണ്ടതെന്നുള്ളത് കൊടുത്തതിന് ശേഷം
നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കൺസിഡർ ഓൺലി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പഞ്ച് ഇൻ അറ്റൻഡൻസ് കാൽക്കുലേഷൻ. ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും പഞ്ച് മാത്രം അറ്റൻഡൻസ് കാൽക്കുലേഷന് കൺസിഡർ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കൊടുക്കുക. നെഗ്ലക്റ്റ് ഫോർ ലാസ്റ്റ് പഞ്ച് ഇൻ പഞ്ച് ഫോർ മിസ്ഡ് ഔട്ട് പഞ്ച്. അത് അവോയ്ഡ് ചെയ്യാൻ, ലാസ്റ്റ് ഇൻ പഞ്ച് അവോയ്ഡ് ചെയ്യുക ഔട്ട് പഞ്ച് മിസ്സായി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വീക്ക് ഓഫ് ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ് വീക്ക് ഓഫ്, സൺഡേ മാത്രമാണെങ്കിൽ വീക്ക് ഓഫ് ടിക്കറ്റ് കൊടുക്കുക. ഇനി അല്ല സെക്കൻഡ് സാറ്റർഡേ ഉണ്ടെങ്കിൽ ഏത് സാറ്റർഡേ അല്ലെങ്കിൽ ഏത് ഡേ ആണോ വീക്ക് ഓഫ് ഉള്ളത് അത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ വരുന്നത് കൺസിഡർ ഇയർലി കമ്മിങ് പഞ്ച് ടിക്കറ്റ് കൊടുക്കുക. കൺസിഡർ ചെയ്യണമെന്ന് ചോദിക്കണം. കൺസിഡർ ലേറ്റ് ഗോയിങ് പഞ്ച് കൺസിഡർ ചെയ്യണമെന്ന് ചോദിക്കണമെന്നുണ്ട്. കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ആഫ്റ്റർ ഇഫ് വർക്ക് ഡ്യൂറേഷൻ ലെസ് ദാൻ, അത് 240 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്കൂറിൽ, അതായത് വർക്കിംഗ് ഡ്യൂറേഷൻ 4 മണിക്കൂറിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഫ്റ്റർ കാൽക്കുലേറ്റ് ചെയ്താൽ മതി എന്നുള്ള മെത്തേഡാണ് വരുന്നത്. അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ആബ്സെൻറ്റ് ഫോർ ഇഫ് വർക്ക് ഡ്യൂറേഷൻ 120 മിനിറ്റ്. 2 മണിക്കൂറിൽ ആണ് അവൻ്റെ വർക്കിംഗ് ഡ്യൂറേഷൻ വരുന്നത്. ഇപ്പോൾ നമ്മൾ 9 to 8 വരെ കൊടുത്തു. 9 to 8 വരെ കൊടുത്തതിനകത്ത് അവൻ്റെ വർക്കിംഗ് ഡ്യൂറേഷൻ ആകെ വരുന്നത് 2 മണിക്കൂർ കുറവാണെന്നുണ്ടെങ്കിൽ അവന് അന്ന് ആബ്സെൻ്റ് ഡേ മാർക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ 1 പാർഷ്യൽ ഡേ കാൽക്കുലേറ്റ് വർക്കിംഗ് ഡ്യൂറേഷൻ ലെസ് ദാൻ ഓൺ പാർഷ്യൽ ഡേ കാൽക്കുലേറ്റ്. എത്ര ദിവസം പാർഷ്യൽ ഡേ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ആഫ്റ്റർ ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ളത് കൊടുക്കുക. അതുപോലെ തന്നെ മാർക്ക് വീക്ക് ഓഫ് കാര്യങ്ങൾ, മാർക്ക് വീക്ക് ഓഫ് ഹോളിഡേ ആബ്സെൻറ്റ് ഫോർ സർഫെക്സ് ഡേയ്സ് പ്രിഫിക്സ് ഡേയ്സ്. അതുപോലെ തന്നെ മാർക്ക് വീക്ക്ലി ഓഫ് ഹോളിഡേ ആബ്സെൻറ്റ് പ്രിഫിക്സ് സർഫെക്സ് ഡേറ്റ് കൊടുത്തിട്ട് നോക്കിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മാർക്ക് ആഫ്റ്റർ ആബ്സെൻറ്റ് വെൻ ലേറ്റ് 3 days. 3 days ലേറ്റ് ആയി കഴിഞ്ഞാൽ ആഫ്റ്റർ ആബ്സെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാർക്ക് ആഫ്റ്റർ ലേറ്റ് ബൈ, ഇത്ര മിനിറ്റിൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ, അപ്പോൾ 120 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂറിൽ കൂടുതൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ ആഫ്റ്റർ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയാണോ ലേറ്റ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മാർക്ക് ആഫ്റ്റർ ഫിയർലി ഗോയിങ്, നേരത്തെ പോകുന്നത് എത്ര നേരത്തെയാണോ പോകുന്നത് അതിനനുസരിച്ച് അവർ ആഫ്റ്റർ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇതൊക്കെ ഏകദേശം ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ ഏകദേശം മനസ്സിലാവും എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ജസ്റ്റ് എനിക്ക് അറിയാവുന്ന ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ഇങ്ങനെ സെറ്റിങ്സ് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അതെല്ലാം നിങ്ങൾക്ക് വേറെ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആഡ് കൊടുത്തിട്ട് ഓരോ കാറ്റഗറി അവരുടെ OTയുടെ കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ വീക്ക് ഓഫിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആണെങ്കിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പുതിയൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും എംപ്ലോയീസിന്. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്ന അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് എംപ്ലോയീസിനെ ആഡ് ചെയ്യുന്നത്. മാസ്റ്റേഴ്സിൽ എംപ്ലോയീസ് എടുക്കുക. എംപ്ലോയീസിനെ എടുത്തതിന് ശേഷം ഇവിടെ ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തതിന് ശേഷം എംപ്ലോയി നെയിം കൊടുക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അബ്ബാസ്, എംപ്ലോയി കോഡ് 1 എന്ന് കൊടുത്തു. ഡിവൈസ് കോഡ് നമ്മളുടെ മാസ്റ്റർ സെറ്റിങ്സിൽ എംപ്ലോയീസ് കോഡും ഡിവൈസ് കോഡും സെയിം ആവണം എന്നുള്ള ടിക്കറ്റ് കൊണ്ടാണ് ഡിവൈസ് കോഡ് ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ വരാത്തത്. കമ്പനി നമ്മൾ 2 കമ്പനികളുണ്ടെങ്കിൽ ഏത് കമ്പനികളും കൊടുക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുക. ഡെസിഗ്നേഷൻ കൊടുക്കാം. ഹോളിഡേ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഹോളിഡേ ഗ്രൂപ്പ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എംപ്ലോയി ടൈപ്പ് പെർമനൻ്റ് ആണോ ടെമ്പററി ആണോ ട്രെയിനി ആണോ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ജോയിൻ ഡേറ്റ്, അതുപോലെ തന്നെ റിസൈൻ ഡേറ്റ്, സ്റ്റാറ്റസ് വർക്കിംഗ് ആണ് റിസൈൻഡ് ആണോ എന്നുള്ളത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ആധാർ നമ്പർ, അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ, ലൊക്കേഷന്, ഷിഫ്റ്റ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കൊടുക്കുക. കാറ്റഗറി കൊടുക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എംപ്ലോയീസ് കാറ്റഗറി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊടുക്കുക. നേരെ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എംപ്ലോയി ആഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഓരോ എംപ്ലോയിനെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. കമ്പനി വെച്ചിട്ട് അതുപോലെ തന്നെ ഡെസിഗ്നേഷൻ വെച്ചിട്ട് സ്റ്റാറ്റസ് വെച്ചിട്ടൊക്കെ നമുക്ക് എംപ്ലോയിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. എംപ്ലോയി കോഡ് വെച്ചിട്ട് എല്ലാം വെച്ചിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അതിന് എംപ്ലോയിനെ എഡിറ്റ് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യാനൊക്കെ. പിന്നെ ആ എംപ്ലോയിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യുക, ഇവിടെ എഡിറ്റ് കൊടുക്കുക. എന്തെങ്കിലും ഫീൽഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ പിന്നെ വരുന്നതാണ് നമുക്ക് എംപ്ലോയിനെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, എംപ്ലോയീസിനെ ഡിവൈസിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഡിവൈസിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പറഞ്ഞാൽ യൂട്ടിലിറ്റീസ് എടുത്തിട്ട് ഡിവൈസ് മാനേജ്മെൻറ്റ് എടുത്തിട്ട് ഇതിനകത്ത് USB വരുന്നുണ്ട്, ഡിവൈസും വരുന്നുണ്ട്. ഇവിടെ ഡിവൈസ് നെയിം വരും, അതിൻ്റെ ടൈപ്പ്, അതിൻ്റെ IP അഡ്രസ്സ് കാര്യങ്ങൾ വരും. USB എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഇട്ട് തരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഡിവൈസ് സെലക്ട് ചെയ്യാം. ഡിവൈസ് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ക്ലിക്ക് ചെയ്യാം. ഈ എഡിറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലോഡ് യൂസേഴ്സ് ടു ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്ലോഡ് യൂസേഴ്സ് ടു ഡിവൈസ് കൊടുത്തതിന് ശേഷം ഇതിനകത്ത് എംപ്ലോയീസിനെ ലിസ്റ്റ് ചെയ്യും. ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിസ്റ്റ് എംപ്ലോയീസ് വിത്ത് ബയോമെട്രിക് ഡീറ്റെയിൽസ് എന്നുള്ളത് ഈ അൺടിക്ക് ചെയ്യുക. ഈ താഴെ കാണുന്ന ഈ ഓപ്ഷൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം എംപ്ലോയീസിനെ വരും. ഇവരെ
സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഫിംഗർ പ്രിൻറ്റോ ഫേസോ കാര്യങ്ങളോ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഉണ്ടാവില്ല. ഫസ്റ്റ് ടൈം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആവശ്യം വരുന്നില്ല. നേരെ അപ്ലോഡ് കൊടുക്കുക. അപ്ലോഡ് കൊടുക്കുന്നതോടുകൂടി ഡിവൈസിലേക്ക് അപ്ലോഡ് ആവും. പിന്നെ ബാക്കി വരുന്നത് നമുക്ക് ഡിവൈസിൽ വെച്ചിട്ടാണ് പിന്നെ ഫിംഗർ ആഡ് ചെയ്യുന്നതും. ഡിവൈസിൽ മെനു എടുത്തിട്ട് യൂസേഴ്സ് എടുത്തിട്ട് അതിനകത്ത് ആൾ യൂസേഴ്സ് എടുത്തിട്ട് എംപ്ലോയിനെ സെലക്ട് ചെയ്തിട്ട് എംപ്ലോയിനെ എഡിറ്റ് ചെയ്തിട്ട് അതിൽ ഫിംഗർ ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം ആണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് വരുന്നത്. പിന്നെ അവരോട് ഡെയിലി അറ്റൻഡൻസ് പഞ്ച് ചെയ്യാൻ പറയാം. ഡെയിലി അറ്റൻഡൻസ് നമ്മൾ ഈ കൊടുത്ത സെറ്റിങ്സ് പ്രകാരം ഇവിടെ നമുക്ക് എപ്പോഴും വേണമെങ്കിലും നമ്മൾ സെറ്റിങ്സ് മാറ്റി കൊടുക്കാം. ഈ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ചുള്ള റിപ്പോർട്ടുകളിലൊക്കെ മാറ്റങ്ങൾ വരും. അതിനുശേഷം എംപ്ലോയീസ് എല്ലാം പഞ്ചിങ് കാര്യങ്ങൾ ഡെയിലി പഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിന് അറ്റൻഡൻസ് ഡൗൺലോഡ് ചെയ്യണം. അതും ഇതേ ഡിവൈസ് മാനേജ്മെൻറ്റിൽ വന്നിട്ട് ഡിവൈസ് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ യു എസ് പിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് പിന്നീട് യു എസ് പിയിൽ എങ്ങനെയാണ് യു എസ് പി വെച്ചിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതും ഡൗൺലോഡ് ചെയ്യുന്ന അറ്റൻഡൻസ് ഡൗൺലോഡ് ചെയ്യുന്നതിനെക്കുറിച്ചും പിന്നീട് പറയാം. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് ഡൗൺലോഡ് കൊടുക്കുക. സ്റ്റാർട്ട് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണക്റ്റിംഗ് ഡിവൈസ് ഇപ്പോൾ നിലവിൽ കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് അത് എറർ ഉണ്ടാവും. അപ്പോൾ മൊത്തം ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. നെറ്റ്വർക്ക് ത്രൂ ആകുമ്പോൾ നമുക്ക് എത്രയാണോ ലാസ്റ്റ് ഡൗൺലോഡ് ചെയ്തത് അതിന് ശേഷമുള്ളതാണ് കൂടുതൽ ഡീറ്റെയിൽസ് വരിക. അൺഏബിൾ ടു കണക്ട് ഡിവൈസ് കണക്റ്റഡ് അല്ല, അതുകൊണ്ടാണ് ആ മെസ്സേജ് വരുന്നത്. അപ്പോൾ മൊത്തം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അറ്റൻഡൻസ് റിപ്പോർട്ടുകൾ എടുക്കുക. റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി അറ്റൻഡൻസ് റിപ്പോർട്ട് ഉണ്ട്. ഇപ്പോൾ ഓരോ തവണ നമ്മൾ സെറ്റിങ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്യണം. റീകാൽക്കുലേറ്റ് അറ്റൻഡൻസ് കൊടുക്കണം. കാരണം നിങ്ങൾ അറ്റൻഡൻസ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനുശേഷം ഇതിനകത്ത് എംപ്ലോയീസ് സെറ്റിംഗ് കാറ്റഗറിയിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അറ്റൻഡൻസിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഡെയിലി റിപ്പോർട്ടുണ്ട്. ഡെയിലി ബേസിക് അറ്റൻഡൻസ് റിപ്പോർട്ടുണ്ട്, ഡീറ്റെയിൽഡ് അറ്റൻഡൻസ് റിപ്പോർട്ടുണ്ട്, അതുപോലെ തന്നെ ഡെയിലി സമ്മറി അറ്റൻഡൻസ് റിപ്പോർട്ടുണ്ട്, ഡീറ്റെയിൽഡ് സമ്മറി റിപ്പോർട്ടുണ്ട്. ഏത് റിപ്പോർട്ട് എടുക്കുന്ന സമയത്തും ഇപ്പോൾ ഡെയിലി ഇന്നത്തെ ഡെയിലിയാണ് വരിക. ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക, ടീം വൈസ് കാറ്റഗറി വൈസ്. അതുപോലെ തന്നെ ഫിൽട്ടർ ചെയ്യുക, എംപ്ലോയിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാറ്റസ് വെച്ചിട്ട് ഏതൊക്കെയാണ് എങ്ങനെയാണ് ഔട്ട് പഞ്ച് മിസ്സായവരെ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, ബേസിക് റിപ്പോർട്ട്, അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് സമ്മറി കാര്യങ്ങളൊക്കെ ഇവിടെ മാറ്റി കൊടുക്കാൻ പറ്റും. കമ്പനി വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ റീകാൽക്കുലേറ്റ് ടിക്കറ്റ് കൊടുക്കുക, എന്നിട്ട് ജനറേറ്റ് കൊടുക്കുക. ജനറേറ്റ് കൊടുക്കുന്നതോടുകൂടി ഇതിനകത്ത് അറ്റൻഡൻസും കാര്യങ്ങളും ഇതിനകത്ത് ഇതാ അബ്ബാസ് എന്ന് പറഞ്ഞ വ്യക്തി ആബ്സെൻ്റ് ആണ്. ആബ്സെൻ്റ് ആവാനുള്ള കാരണം വെച്ചാൽ ഡിവൈസ് കണക്റ്റഡ് അല്ല, ഇന്നും ഇല്ല ഔട്ടും ഇല്ല, ആബ്സെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വരും. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടുണ്ട്, ഡീറ്റെയിൽഡ് അറ്റൻഡൻസ് റിപ്പോർട്ടുണ്ട്. ഡീറ്റെയിൽസ് അവരുടെ വർക്ക് ആക്ച്വലായിട്ടുള്ള ടൈമാണ്, ഇൻ ടൈം ഔട്ട് ടൈം. അതിൽ ഇന്നായിട്ടില്ല, അറ്റൻഡൻസ് വന്നിട്ടില്ല. സ്റ്റാൻഡേർഡ് ടൈമാണ് 9 to 20, അതിൽ വന്നിട്ടില്ല, അതിൽ ആബ്സെൻ്റ് ആയിട്ടാണ് സ്റ്റാറ്റസ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ മന്ത്ലി റിപ്പോർട്ടുകളും ബേസിക് ആയിട്ടുള്ള റിപ്പോർട്ടും പിന്നെ ഔട്ട് ഡ്യൂറേഷൻ റിപ്പോർട്ടും അറ്റൻഡൻസ് ഔട്ട് ഇന്നർ റിപ്പോർട്ടുകളും പ്രസൻറ്റ് റിപ്പോർട്ടും ആബ്സെൻറ്റ് റിപ്പോർട്ട് ലേറ്റ് കമ്മിങ് റിപ്പോർട്ട് ഇയർലി കമ്മിങ് ഗോയിങ് റിപ്പോർട്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ രീതിയിലുള്ള റിപ്പോർട്ടുകളും നിങ്ങൾക്ക് എക്സലിലേക്കും അതുപോലെ തന്നെ ഇതൊക്കെ ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്നത് ഒരു ആളുകൾ ചോദിക്കുന്ന ഡൗട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവലായിട്ട് ഇതൊന്ന് ഔട്ട് പഞ്ച് ചെയ്യാൻ മറന്നുപോയി അല്ലെങ്കിൽ ഇന്ന് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നമുക്കിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അറ്റൻഡൻസ് ലോഗ് എടുത്തിട്ട് നമുക്കിവിടെ ആഡ് മാനുവൽ പഞ്ച് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആഡ് മാനുവൽ പഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആരാണോ അപ്രൂവ് ചെയ്ത് വെച്ചാൽ അപ്രൂവിന് കൊടുക്കുക, ഇന്നാണോ ഔട്ടാണോ എന്താണോ ചെയ്യുന്നത് വെച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം ആദ്യം എംപ്ലോയിനെ സെലക്ട് ചെയ്യുക. എംപ്ലോയിനെ സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് മാനുവൽ പഞ്ച് കൊടുക്കുക. ആഡ് മാനുവൽ പഞ്ച് കൊടുത്തതിന് ശേഷം എന്താണോ ചെയ്യേണ്ടത് വെച്ചാൽ എംപ്ലോയി അബ്ബാസ് സെലക്ട് ആയി. സ്റ്റാറ്റസ് കൊടുക്കുക, എന്ത് കാരണത്തിലാണ് അപ്രൂവ്ഡ് ബൈ കൊടുത്തിട്ട് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് മാനുവൽ പഞ്ച് വരും. ഓക്കെ, ആഡ് മാനുവൽ പഞ്ച് ഞാൻ കൊടുത്തു. ആഡ് മാനുവൽ പഞ്ച് കൊടുത്തതിന് ശേഷം റീകാൽക്കുലേറ്റ് അറ്റൻഡൻസ് കൊടുത്തു. നോ റെക്കോർഡാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡെയിലി അറ്റൻഡൻസ് റിപ്പോർട്ട് ബേസിക് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് പഞ്ചിങ് കൊടുത്തത് അറ്റൻഡൻസ് ലോഗിൽ പഞ്ചിങ് കൊടുത്തത് സ്റ്റാറ്റസ് ആബ്സെൻറ്റ്, ആഡ് മാനുവൽ പഞ്ച് കൊടുത്തതിന് ശേഷം ഇൻ ടൈം,
ആഡ് മാനുവൽ പഞ്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് ഇതിൻ്റെ സ്റ്റാറ്റസ് മാറി. ആഡ് മാനുവൽ പഞ്ച് ആഡ് ചെയ്തതിന് ശേഷം ഇന്നയാണ് കൊടുത്തത്. നേരത്തെ ഔട്ടായിരുന്നു കൊടുത്തത്, അതായിരുന്നു ആ ഒരു. ഇപ്പോൾ നമുക്ക് കൊടുത്താൽ ഹാഫ് ഡേ പ്രസൻ്റ് ആണ്, നമ്മൾ മാനുവലായിട്ട് പഞ്ച് ചെയ്തതാണ്. ഇത് നമ്മൾ റിമാർക്കൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഇതിനകത്ത് വരാത്തത്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നമ്മൾ ആഡ് ചെയ്തതാണെന്നുള്ള റിപ്പോർട്ടിനകത്ത് ഡീറ്റെയിൽഡ് അസിസ്റ്റൻസ് റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണിക്കാൻ പറ്റും. എന്താ ഇവിടെ റെക്കോർഡ് എങ്ങനെയാണെന്നുള്ളത്, മെഷീൻ അറ്റൻസ് മാനുവലായിട്ട് ആഡ് ചെയ്ത് കൊടുത്താണെന്നുള്ളത്. ഹാഫ് ഡേ പ്രസൻറ്റ് കാര്യങ്ങൾ വരും. ഔട്ടിൻ്റെ ടൈം നമ്മൾ ഔട്ട് പഞ്ച് ആഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇന്ന് അറ്റൻഡൻസ് ഔട്ട് അറ്റൻഡൻസ് കൊടുത്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടിൽ വരുന്ന ഡെയിലി അറ്റൻഡൻസിൽ ഡെയിലി സമ്മർ റിപ്പോർട്ടുണ്ട്, ഡീറ്റെയിൽഡ് സമ്മർ റിപ്പോർട്ടുണ്ട്. ടോട്ടൽ ഡ്യൂറേഷൻ, പ്രസൻറ്റ് ഡേയ്സ്, 40 ഡേയ്സ്, ഹോളിഡേയ്സ്, അറ്റൻഡൻസ് ഡേയ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് അതിനകത്ത് ഹാഫ് ഡേ പ്രസൻ്റ് ആണ്. കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഡിവൈസിലേക്ക് അപ്ലോഡ് ചെയ്യുക, ഡിവൈസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, അറ്റൻഡൻസ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ എങ്ങനെയാണ് മാനുവൽ പഞ്ച് ആഡ് ചെയ്യുക, അറ്റൻഡൻസ് ലോഗ്സ് എടുത്തിട്ട് മാനുവൽ പഞ്ച് എങ്ങനെയാണ് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ ഔട്ട്ഡോർ എൻട്രീസ് വരുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് വരുന്നത്. ലീവ് എൻട്രീസ്, ഔട്ട്ഡോർ എൻട്രീസ്, അതുപോലെ തന്നെ ലീവ് ടൈപ്പുകൾ മെയിനായിട്ട് തന്നെ കാഷ്വൽ ലീവ്, പെയ്ഡ് ലീവ്, സിക്ക് ലീവ്, അങ്ങനെയുള്ള ഇതിൽ നമുക്ക് തന്നെ മറ്റൊരു ഓപ്ഷൻ വരുന്നുണ്ട്, പേറോൾ വരുന്നുണ്ട് ESLൻ്റെ. അതിനെക്കുറിച്ചും വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ ഡിവൈസിൻ്റെ ഗ്രീറ്റിങ്സ്, എംപ്ലോയി ഗ്രീറ്റിങ്സ്, പിന്നെ മറ്റുള്ള എക്സ്പോർട്ട് ചെയ്യാനുള്ള ബാക്കപ്പ് റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.